ഈ പരാജയത്തിൽ പ്രധാനമായ ഒരു ലക്ഷ്യം പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല CPM-ൻ്റെ അകത്തെയും ഒരു വിഭാഗം വലിയ വിഭാഗം ആൾക്കാരുടെ ലക്ഷ്യം പിണറായി വിജയൻ തന്നെയായിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. അത് അദ്ദേഹം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. എന്ന് കരുതി മുഖ്യമന്ത്രിയുടെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന്റെ ചെയ്തികൾക്കെതിരെയായിരുന്നു, അങ്ങനെയല്ലേ പറയേണ്ടത് അല്ലേ? അദ്ദേഹത്തിൻ്റെ ചെയ്തികൾക്കെതിരെയല്ല, അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ, നോക്കുകൾ, അതുപോലെയുള്ള ചില കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരുന്നും കൊണ്ട് ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ, പറയരുതാത്ത ചില കാര്യങ്ങൾ. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ റോഡ് ഷോയ്ക്ക് സമാനമായ ദൃശ്യങ്ങളാണ് എറണാകുളത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ VD സതീശന് അണികൾ നൽകുന്ന ആവേശകരമായ സ്വീകരണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. UDF പ്രവർത്തകർ ഭാവി മുഖ്യമന്ത്രി എന്ന രീതിയിലാണോ VD സതീശനെ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നറിയാനിരിക്കുകയാണ്. VD സതീശനാണോ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ആവേശകരമായ സ്വീകരണം കൊച്ചിയിൽ നൽകുന്നത് UDF പ്രവർത്തകർ. അല്ല, ഈ VDS CM എന്നല്ലേ പറയുന്നത്? VDS CM എന്നാണ്. അതായത് അണികൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അവരോധിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു ശില്പി VD സതീശൻ തന്നെയാണ്. കാരണം 5 വർഷം കൊണ്ട് അദ്ദേഹം നെയ്തെടുത്ത ഒരു വിജയമാണ് ഇത്. അതിനകത്ത് യാതൊരു സംശയമില്ല.